ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എൻ്റെ പ്രഗ്നൻസി ജേണിയെ പറ്റിയിട്ടും എൻ്റെ ഡെലിവറി സ്റ്റോറിയൊക്കെയാണല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് എൻ്റെ ഒരു പ്രഗ്നൻസി ജേണിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. അതായത് ഒരു 8 മാസം വരെയുള്ള എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ആ ഒരു ഡെലിവറി സ്റ്റോറിയാണ്. അതായത് ഡെലിവറി ഡേയിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇൻസിഡൻസ് ഒക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദി ഫാമിലി, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇൻട്രോ എടുക്കാന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ് കേട്ടോ. എന്നെക്കൊണ്ട് അങ്ങോട്ട് സാധിക്കുന്നില്ല അതങ്ങോട്ട്. അതായത് ഇങ്ങനെ ഇരുന്നൊക്കെ സംസാരിക്കാനാണെങ്കിൽ ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ എത്ര നേരം വേണേലും എനിക്ക് സംസാരിക്കാം. നല്ല ഫ്ലോയിൽ നല്ല ഒഴുക്കോടെ കാര്യങ്ങൾ വരും. പക്ഷെ എന്തെങ്കിലും ഒരു പ്രോപ്പറായിട്ടൊരു കാര്യമൊക്കെ ഒരു ഇൻട്രഡക്ഷൻ പോലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല, വാക്കുകളൊന്നും കിട്ടത്തില്ല. അല്ലെങ്കിൽ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെള്ളി വീണുകൊണ്ടിരിക്കും. അപ്പം പതുക്കെ അതൊക്കെ ഒന്ന് ശരിയായി വരുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, എന്തൊക്കെയാണെങ്കിലും അതെല്ലാം അങ്ങ് മാറി നിൽക്കട്ടെ. നമ്മൾ പറയാനായിട്ട് വന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ 8 മാസം വരെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 8 മാസം വരെ എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. 8 മാസം നല്ല കേട്ടോ, ദൈവം അനുഗ്രഹിച്ചിട്ട് ആ ഒരു പ്രഗ്നൻസി ജേണി ആ ഒരു 9 മാസത്തോളം എനിക്ക് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമായിരുന്നു. കുഞ്ഞിനും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് വെയിറ്റ് ഒരുപാട് കൂടിക്കൊണ്ടിരുന്നു. അപ്പം അതെനിക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ ചെക്കപ്പിനൊക്കെ ചെല്ലുമ്പോൾ സിസ്റ്റർമാർ പറയും നോർമൽ ഡെലിവറി ആവണം, നോർമൽ ഡെലിവറിയാണ് ഏറ്റവും സേഫ്. അപ്പോൾ അതിന് വെയിറ്റ് കൂടുന്നത് കൺട്രോൾ ചെയ്യണം, ഇനി ഇങ്ങനെ വെയിറ്റ് കൂടാനായിട്ട് പാടില്ല, വെയിറ്റ് കൂടിയാൽ കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സിസ്റ്റർമാർ എന്നോട് ഇങ്ങനെ പറയും. പക്ഷേ എന്ത് ചെയ്താൽ ഞാൻ തലകുത്തി നിന്ന് ശ്രമിച്ചാലും എനിക്ക് എൻ്റെ വെയിറ്റ് മാത്രം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ വെയിറ്റ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഏകദേശം എനിക്കൊരു ഡെലിവറിയുടെ ഒക്കെ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്ക് എനിക്ക് 75 കിലോയോളമൊക്കെ എനിക്ക് വെയിറ്റ് വന്നു. അത്രയും നല്ല വെയിറ്റിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. പക്ഷെ അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടേ ഇല്ല. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നടുവിന് വേദന. അതായത് എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് 3-ാം തീയതി ആയിരുന്നു. പക്ഷെ ഒരു ജൂലൈ ഒരു പകുതി ആയപ്പോഴത്തേക്ക്, ജൂലൈ ഒരു 10-15 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള നടുവിന് വേദന തുടങ്ങി. നടുവിന് വേദന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിസ്സാര വേദനയല്ല, ഇങ്ങനെ സൂചി കൊണ്ടൊക്കെ ഇങ്ങനെ കുത്തുന്ന പോലത്തെ വേദന. അതും ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് നടുവിന് വേദന എടുക്കത്തില്ല, കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. ഒരു 15-20 മിനിറ്റത്തേക്ക് എനിക്ക് നല്ലതായിട്ട് നടുവിന് വേദന എടുക്കും. ആ സമയത്ത് ഞാൻ പോയി ഒരു വശം ചെരിഞ്ഞൊന്ന് കിടക്കുവാണെങ്കിൽ ഒരു അരമണിക്കൂർ ഞാൻ അങ്ങനെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ആ നടുവിന് വേദന അങ്ങ് മാറും. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമായിരിക്കും എനിക്കിങ്ങനെ നടുവിന് വേദന ഉണ്ടാകുന്നത്. പക്ഷേ ഈ നടുവിന് വേദന എനിക്ക് പൂർണ്ണമായിട്ട് മാറുന്നില്ല. ഇങ്ങനെ ആ കുറച്ച് സമയത്തേക്ക് എനിക്കൊരു ആശ്വാസം കിട്ടുമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെനിക്കിങ്ങനെ എല്ലാ ദിവസവും ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ നടുവിന് വേദന എനിക്കിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക, ഒരു ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ചെക്കപ്പിനൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു എനിക്കിങ്ങനെ നല്ല നടുവിന് വേദനയുണ്ട്, അപ്പോൾ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നേരത്തെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കിടന്നു കഴിഞ്ഞാലിട്ട് അതങ്ങ് മാറുമായിരുന്നു. പക്ഷേ ഇപ്പം കിടക്കും തോറും അതിൻ്റെ ആ സമയം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പിന്നെയും നിലനിൽക്കുന്നുണ്ടെന്ന് ഞാനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വേണ്ട ചെക്കപ്പുകളൊക്കെ അന്നേരം നടത്തി PV ഒക്കെ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് ലേബർ പെയിൻ അല്ല, ലേബറിൻ്റെ സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല. ഇപ്പം ഒരു കാര്യം ചെയ്യും, എന്നോട് വന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ എന്നോട് ഡേറ്റ് പറഞ്ഞത് ഓഗസ്റ്റ് 3-നാണ്, അങ്ങനെയാണ് ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ എന്നോട് അതിന് മുമ്പേ എൻ്റെ ഡോക്ടർമാർക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിന് മുമ്പേ എന്താണെങ്കിലും പ്രസവമൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്നെ കണ്ട ഡോക്ടറിൽ നിന്നല്ല ആർക്ക് വേണമെങ്കിലും മനസ്സിലാവുമായിരുന്നു, പെട്ടെന്ന് തന്നെ ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രസവം നടക്കുമെന്ന് തോന്നും. കാരണം എനിക്ക് അതുപോലെ വലിയ വയറൊക്കെ ആയിരുന്നു, ഭയങ്കര വയറൊക്കെ ആയിരുന്നു.
എനിക്ക് അതുപോലെ ഭയങ്കരമായിട്ട് വെയിറ്റ് വെച്ചു. ഇപ്പം എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവാത്ത രീതിയിൽ ബൊഹമൊക്കെ നല്ല നല്ല വീർത്ത് തുടുത്ത് നല്ല നല്ല വെയിറ്റൊക്കെ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എനിക്ക് എന്താ ആ ഒരു പ്രഗ്നൻസി ആ ഒരു തുടക്ക സമയത്ത് എനിക്കൊരു 50 കിലോ 53 കിലോയിലൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇത് കൊണ്ട് എൻഡ് ചെയ്യുന്നത് എനിക്ക് ഡെലിവറി ടൈമൊക്കെ ആയപ്പോഴേക്ക് എനിക്കൊരു 75 കിലോകളൊക്കെ എനിക്ക് വെയിറ്റ് വന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എനിക്ക് മിക്കവാറും പ്രസവം നേരത്തെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള ഇതൊരു കണക്കുകൂട്ടൽ പൊതുവേ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഡോക്ടറിൽ നിന്ന് തന്നെയല്ല, എല്ലാവർക്കും ആ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ജൂലൈ 30 വന്ന് അഡ്മിറ്റ് ആവാനാണ് ആദ്യം പറഞ്ഞത്. പിന്നെ എനിക്കിങ്ങനെ നടുവിന് വേദനയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യ്, 30 വരെ പോകണ്ട, 27 തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അപ്പം ഞങ്ങളിത് ഡോക്ടറെ കാണാൻ പോയത് ഏതോ വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ഉണ്ട്, ബുധനാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത് ഡോക്ടറെ കാണാൻ പോയത്. അപ്പോൾ എന്നോട് തന്നെ ഒരു കാര്യം ചേർത്ത് തിങ്കളാഴ്ച തന്നെ വന്ന് അഡ്മിറ്റ് ചെയ്യുക. തിങ്കളാഴ്ച എന്ന് പറയുന്നത് ജൂലൈ 27 അപ്പോൾ അന്ന് വന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ എന്നോട് പറഞ്ഞു. അപ്പം ഞങ്ങൾ ശരി ഓക്കെ 27 തന്നെ വന്ന് അഡ്മിറ്റ് ആവാന്നുള്ള ഒരു തീരുമാനത്തിലേക്കായി. വീട്ടിൽ വന്നു, ബാഗും കാര്യങ്ങളൊക്കെ പാക്കിംഗ് എല്ലാം ചെയ്തു. എനിക്ക് വേണ്ട കാര്യങ്ങൾ, കുഞ്ഞിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്തെല്ലാം വെച്ചു. അപ്പം അഥവാ എന്തെങ്കിലും എമർജൻസി ഉണ്ട്, അപ്പോൾ ഡോക്ടർ അങ്ങനെയും പറഞ്ഞു കേട്ടോ, എന്തെങ്കിലും എമർജൻസി ഇപ്പോൾ വൈകിട്ടൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും പെട്ടെന്ന് വരാൻ പറ്റുന്ന അത്രയും ദൂരത്താണോ നിങ്ങൾ താമസിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഡോക്ടർ സംസാരിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി, മിക്കവാറും ഉടനെ തന്നെ എന്താണെങ്കിലും ഡെലിവറി നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ധാരണ ഞങ്ങൾക്കും ഉണ്ടായി. ഇപ്പം ഞങ്ങളെല്ലാം പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഞങ്ങൾക്ക് അടുത്ത പ്രശ്നം വരുന്നത്, അതായത് കുഞ്ഞിന് പേരിടണം. അപ്പം എല്ലാവരും പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ നിങ്ങൾ പേര് സെലക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ ആ ഡെലിവറിയുടെ സമയത്ത് ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പേര് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പം തന്നെ അതുമായിട്ട് പോരാം. അല്ല പിന്നെ നിങ്ങൾക്ക് പഞ്ചായത്തിലൊക്കെ പോയി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം അതിലും ഭേദം ഇത് തന്നെയല്ലേ. ഇപ്പം ഡെലിവറി കഴിഞ്ഞ് തന്നെ നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് പോരാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓക്കെ പേര് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി എന്ത് പേര് കണ്ടുപിടിക്കും? എനിക്ക് തോന്നുന്നു ഈ ലോകത്തിൽ ഏറ്റവും പാടുള്ളൊരു കാര്യം ഒരു കുഞ്ഞിന് പേരിടുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ കാണുമല്ലോ ഓരോരോ സജഷൻസ് ചോദിക്കുന്നത്. ചിലരൊക്കെ തമാശയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ജ്വലിച്ച് നിൽക്കുന്നതെന്ന് അർത്ഥമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള പേര്, പെൺകുട്ടികൾക്കുള്ള പേര്. അപ്പോൾ അതിൻ്റെ കമൻസ് ഒക്കെ വായിച്ച് നമ്മൾ ഒത്തിരി ചിരിക്കാറുണ്ട്. പേര് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇത് കേൾക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും അറിയാം എത്രമാത്രം തെരഞ്ഞു പിടിച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞിന് ഉചിതമായിട്ടുള്ള പേര് കിട്ടുന്നത് അല്ലേ. പക്ഷെ ആ ഒരു പേരെന്ന് പറയുന്നതാണ് അവരുടെ ഐഡൻറ്റിറ്റിയാണ് അല്ലേ. അപ്പം നമുക്ക് നിസ്സാരമായിട്ട് അതിനെ കളയാനും പറ്റില്ല. നമുക്ക് അത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം നമ്മളൊരു കുഞ്ഞിന് പേരിടാനായിട്ട്. അവൻ്റെ ആ ഒരു ജീവിതകാലം മുഴുവൻ അവൻ അറിയപ്പെടുന്നത് ആ ഒരു ഐഡൻറ്റിറ്റിയിലാണ് അല്ലേ. അപ്പോൾ അത് ഞങ്ങൾക്കത് വലിയൊരു ടാസ്ക് ആയിരുന്നു, പേര് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ എൻ്റെ കസിൻസൊക്കെ എന്നും ഉണ്ട് വീട്ടിൽ. അപ്പോൾ അവരും ഞങ്ങളും എല്ലാവരും ഇരുന്ന് അങ്ങ് പേര് കണ്ടുപിടുത്തുക. അപ്പോൾ കിട്ടുന്ന സോഴ്സിൽ നിന്നും ഗൂഗിളിൽ നിന്നും ഒക്കെ ഞങ്ങൾ സെർച്ച് ചെയ്തല്ല ഇങ്ങനെ പേരുകൾ കുറേ ഞങ്ങൾ എഴുതി വെച്ചു. എനിക്ക് 3-4 പേപ്പറുകൾ നിറച്ച് ഇങ്ങനെ നമുക്ക് അറിയാവുന്ന പേരുകൾ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള പേരുകൾ, പിന്നെ നമ്മുടെ റിലേറ്റീവ്സ്, പിന്നെ അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ പേരുകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് എഴുതി വെക്കും. അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള പേരുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു ട്രഡീഷണൽ ആയിട്ട് തോന്നുന്ന ഒരു ഇന്ത്യൻ കൾച്ചറൊക്കെ തോന്നുന്നൊരു പേരുകളാണല്ലോ കൂടുതൽ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒക്കെ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ. അപ്പം എനിക്ക് അങ്ങനത്തെ പേരുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനത്തെ വെച്ചിട്ടൊക്കെ ഞങ്ങൾ കുറേ സെർച്ചിങ്ങുകളെല്ലാം ഒക്കെ നടത്തി. അങ്ങനെ എനിക്കൊന്ന് ഞങ്ങൾ ഈ പേരൊക്കെ ഇങ്ങനെ പേപ്പറിലൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ നറുക്കിട്ടെടുക്കും. ഏത് പേര് കിട്ടുന്നോ ആ പേര് നമുക്ക് കുഞ്ഞിനിടാം എന്ന് പറഞ്ഞിട്ട് നറുക്കിട്ടെടുക്കുമ്പം നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും പേരായിരിക്കും. പിന്നെ അത് വെട്ടിയിട്ട് അത് കളഞ്ഞിട്ട് വേറെ നറുക്കിടും. അങ്ങനെ ഇതിങ്ങനെ എല്ലാ ദിവസവും ഞങ്ങളുടെ ഒരു മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ പേര് കണ്ടുപിടുത്തുപോയി. 1-2 ആഴ്ച ഇതിങ്ങനെ നീണ്ടു നിന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കാണ് എനിക്ക് ഈ പേര് വിഹാൻ എന്നുള്ള പേര് കിട്ടുന്നത്.
ആ പേര് കിട്ടിയപ്പോൾ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ ഈ എഴുതി വെച്ചതും ഞങ്ങൾ ഈ കണ്ടുപിടിച്ചതെല്ലാം ഞാനതങ്ങ് മടക്കി. ഞാൻ പറഞ്ഞു വിഹാൻ എന്നുള്ള പേര് മതി, എനിക്കത് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഈ മീനിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് എന്നൊക്കെ ഉള്ളൊരർത്ഥമാണ് അതിന് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അല്ലെ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു കുഞ്ഞിനിടാൻ പറ്റിയ ഒരു പേരാണ് വിഹാൻ എന്നുള്ള പേര്. അപ്പോൾ ആ പേര് ഞങ്ങളങ്ങ് കൺഫേം ചെയ്യാമെന്നുള്ള ധാരണയിലെത്തി. അതിനു മുമ്പ് പെൺകുഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് കൺഫേം ആണ് ഞങ്ങൾ ഇടാനുള്ള പേര്. പെൺകുഞ്ഞാണെങ്കിൽ ഞങ്ങൾ അന്ന എന്നുള്ള പേരിടുക, അതാണ് ഞങ്ങൾ കൺഫേം ചെയ്ത് വെച്ചിരിക്കുകയാണ് നേരത്തെ. അപ്പം അതിനകത്ത് ആർക്കും ഒബ്ജക്ഷൻസ് ഒന്നുമില്ല, അന്ന എന്നുള്ള പേര് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. ആൺകുഞ്ഞാണെങ്കിൽ എന്ത് പേരിടും, അതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഈ ഡിസ്കഷൻ. ആൺകുഞ്ഞിന് എന്താണ് പേരിടേണ്ടത്, ആൺകുഞ്ഞിന് എന്ത് പേരിടും, അതിന് വേണ്ടിയിട്ട് കുറേ സെർച്ചിങ്ങുകളെല്ലാം ഇങ്ങനെ ദിവസം പ്രതി ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ ഈ വിഹാനി വന്ന് നിന്നു. വിഹാൻ എന്നുള്ള പേര് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താണെങ്കിലും വിഹാൻ എന്നുള്ള പേര് മതി കുഞ്ഞിന്. അപ്പം വീട്ടിലെ പപ്പായ്ക്കും മമ്മിക്കും എല്ലാവർക്കും ഈ പേര് ഇഷ്ടപ്പെട്ടു. ഒരാൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല, അതായത് കൊച്ചിൻ്റെ പപ്പയ്ക്ക്. അച്ചാച്ചന് മാത്രം ഈ പേര് ഇഷ്ടപ്പെട്ടില്ല. ഏത് അച്ചാച്ചന് ഈ വിഹാൻ എന്നുള്ള പേരിടാൻ സമ്മതിക്കത്തില്ല, ഒട്ടും ഇഷ്ടമല്ല. അച്ചാച്ചനോട് ഞാൻ ചോദിച്ചു ഈ പേരിനെന്താ കുഴപ്പം, അത് അങ്ങനെ അധികം കേട്ട് പരിചയമുള്ള പേരല്ല, പിന്നെ അതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് പേരാണ്. ഇപ്പം അങ്ങനെ പേരിൻ്റെ കാര്യം പറഞ്ഞ് ഞാനും അച്ചാച്ചന് ഭയങ്കര വഴക്കായി. അച്ചാച്ചൻ എന്ത് ചെയ്താലും ഈ വിഹാൻ എന്നുള്ള പേര് സമ്മതിക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഈ പേരല്ലാതെ വേറെ ഒരു പേരും കുഞ്ഞിനിടാൻ ഞാനും സമ്മതിക്കത്തില്ല. എല്ലാ ദിവസവും ഞാൻ ഈ പേരിൻ്റെ കാര്യം പറഞ്ഞ് അച്ചാച്ചനായിട്ട് എന്നും വഴക്കായിരുന്നു. കുറേ ദിവസം ആ ഒരു പ്രഗ്നൻസി ആ ഡെലിവറിയുടെ ഒക്കെ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ എന്നും ഇങ്ങനെ ഈ പേരിൻ്റെ കാര്യം പറഞ്ഞ് എന്നും വഴക്കും കരച്ചിലും പിണക്കവും ബഹളവും അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ജൂലൈ 26 വന്നു, ഞായറാഴ്ച. ജൂലൈ 26 ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ രാവിലെ വൈകുന്നേരം എനിക്ക് ഇങ്ങനെ നടക്കുന്ന ശീലമുണ്ട്, മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിങ്ങനെ നടക്കും. അപ്പോൾ അന്നും ഞാനിതുപോലെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ വൈകുന്നേരം മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് നടക്കുക. അന്നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഞാൻ നടക്കുന്നത് പോലെയല്ല ഈ പ്രാവശ്യം നടന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ വശത്തോട്ട്, ഇപ്പം വലത്തോട്ട് പോയാലും ഇടത്തോട്ട് പോയാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഞാൻ കൗണ്ട് ചെയ്ത് നടക്കാൻ തുടങ്ങി. ഒരു വശത്തോട്ട് 15, അടുത്ത വശത്തോട്ട് 15, ഇങ്ങനെ കൗണ്ട് ചെയ്ത് ഞാൻ നടന്നു. എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ അങ്ങനെ നടന്നതെന്ന്. ഞാൻ അന്നങ്ങനെ കൗണ്ടൊക്കെ ചെയ്ത് നടന്നു. നടപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. എനിക്ക് വയ്യാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. എനിക്ക് ഭയങ്കര ക്ഷീണമായി, കാലിനൊക്കെ വേദന എടുക്കാനായിട്ടൊക്കെ തുടങ്ങി. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, കാരണം 1-2 ആഴ്ചയായിട്ട് ഈ നടുവിന് വേദന ഇങ്ങനെ നമ്മുടെ കൂടെ എന്നും ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും, നടന്നതിൻ്റെ ആയിരിക്കും, ഞാൻ വിചാരിച്ചു പോലുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ക്ഷീണമൊക്കെ എനിക്ക് പതുക്കെ ഒരു ക്ഷീണത്തിലൊക്കെ എത്തിത്തുടങ്ങി. ഞാൻ വൈകിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്നു. അപ്പം എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച 2 പേരുണ്ട്, ഷേലയും അഞ്ജും, 2 പേര് നേഴ്സുമാർ. അപ്പോൾ അവർ 2 പേരും എന്നെ അന്ന് വൈകിട്ട് ഫോൺ ചെയ്തു, വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച്. അങ്ങനെ വൈകിട്ട് അച്ചാച്ചനെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ അധികം സംസാരിച്ചൊന്നുമില്ല. ഓൾറെഡി ഞങ്ങൾക്ക് തമ്മിലൊരു ചെറിയൊരു പിണക്കത്തിലൊക്കെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെയല്ല എനിക്കിങ്ങനെ വയ്യാഴി ഒരു ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, എനിക്ക് ക്ഷീണമാണ്, ഞാൻ കൊണ്ട് കിടക്കാൻ പോകാമെന്ന് പറഞ്ഞു. അച്ചാച്ചൻ പറഞ്ഞു ഓക്കെ പോയി കിടന്നോ, കുഴപ്പമൊന്നുമില്ല, പോയി കിടന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്ത് ഞാനിന്ന് കുറച്ച് നേരം കിടക്കുമ്പോൾ എനിക്ക് നടുവിന് വേദനയൊക്കെ എടുക്കുന്ന മാറുമല്ലോ. അപ്പോൾ ആ ഒരു ധാരണയിൽ ഞാൻ കുറച്ച് നേരം പോയി കിടക്കാമെന്ന് പറഞ്ഞ് കിടന്നൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം 9:30 കാണും, 10 മണിയൊന്നും ആയില്ല. അതിന് മുമ്പേ ഞാൻ പോയി കിടന്നു. ഉറക്കമൊന്നും വന്നില്ല കേട്ടോ, കാരണം ഈ നടുവിന് വേദന ഉള്ളതുകൊണ്ട് ഉറക്കമൊന്നും വരുന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതങ്ങ് മാറുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കിടക്കുന്നത്. ഇത് സമയം അങ്ങോട്ട് നീണ്ടു പോകുന്നതോറും എനിക്ക് പെയിൻ കൂടുന്നല്ലാതെ അങ്ങോട്ട് കുറയുന്നില്ല. ഞാൻ ഒരു വശത്തോട്ട് ചെരിഞ്ഞ് കിടക്കുന്നു, മറ്റേ വശത്തോട്ട് ചെരിഞ്ഞ് കിടക്കുന്നു, അങ്ങോട്ട് മാറുന്നില്ല. ഒരു 11:30-12 മണിയൊക്കെ ആയി കാണും. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ഇനി എൻ്റെ കൺട്രോളിൽ നിൽക്കത്തില്ല ഈ വേദന. അതായത് ഇതിങ്ങനെ കിടന്നതുകൊണ്ട് മാറുന്നൊരു വേദനയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി ഇന്നപോലെ എനിക്ക് നടുവിന് വേദന എനിക്കൊണ്ട് മാറുന്നില്ല, എനിക്ക് വയ്യെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മമ്മി ചാടി എഴുന്നേറ്റു. മമ്മിക്ക് കുറേ കാര്യങ്ങളൊക്കെ മമ്മി അംഗൻവാടി ടീച്ചറായിരുന്നു. അപ്പം മമ്മിക്ക് കുറേ കാര്യങ്ങളൊക്കെ ആ സമയത്ത് എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മി കണക്കും കാര്യങ്ങളൊക്കെ എഴുതാനും എടുക്കാനും ഒക്കെ തുടങ്ങി. കാരണം മമ്മിക്ക് മനസ്സിലായി വൈകിട്ട് എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയാതെ ഇനി അവിടെ തിരിച്ചു വരവൊന്നും നടക്കത്തില്ലെന്ന് മമ്മിക്ക് മനസ്സിലായി. മമ്മി അപ്പം തന്നെ എഴുത്തും കാര്യങ്ങളൊക്കെ തുടങ്ങി, അതിൻ്റെ എല്ലാ ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ തുടങ്ങി.
ഞാൻ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. എന്നാൽ ഈ ഇടയ്ക്കിടയ്ക്കാണല്ലോ വേദന എടുക്കുക. ഞാൻ ഒരു ബുക്ക് എന്തോ അന്നേരം വായിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അതെടുത്ത് എൻ്റെ ബാക്കി വായിക്കാനുള്ള ശ്രമം. അപ്പോഴൊക്കെ എനിക്ക് നല്ല നടുവിന് വേദനയുണ്ട്. ഞാൻ എന്ത് ചെയ്യും, നടുവിന് ഒരു തലവണയൊക്കെ ഇങ്ങനെ നടുവിന് വെച്ചിട്ട് ഞാനിങ്ങനെ കട്ടിലേൽ ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ ബുക്കൊക്കെ വായിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ രാത്രിയിൽ എനിക്ക് വയ്യാഴിക വരുന്നതോ ഞങ്ങൾ ഈ എണീറ്റിരിക്കുന്ന കാര്യമൊന്നും ഞാൻ അച്ചാച്ചനെ വിളിച്ച് പറയുകയൊന്നും ചെയ്തില്ല. കാര്യം അച്ചാച്ചൻ അത്രയും ദൂരെ ഇരിക്കുന്ന ആളാണല്ലോ. അപ്പം ഇതൊക്കെ പെട്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ടെൻഷൻ ആവുമല്ലോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. രാവിലെ ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പം പറയാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അച്ചാച്ചൻ്റെ ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, ആൺകുഞ്ഞാണെങ്കിൽ വിഹാന്ന് പേരിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിങ്ങനെ ഈ പേരിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങളിങ്ങനെ വഴക്ക് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് വയ്യ, ഞാൻ കിടക്കുവാന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാച്ചൻ വൈകിട്ട് എപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചാൽ ആൺകുഞ്ഞാണെങ്കിൽ വിഹാന് പേരിട്ടോണം. എനിക്കതങ്ങ് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ആൺകുഞ്ഞാണോ എന്നൊന്നും അറിയത്തില്ല, എന്താണെങ്കിലും വിഹാനുള്ള പേരിട്ടോളാൻ പറഞ്ഞു അച്ചാച്ചൻ. അപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ വയ്യാഴികളൊക്കെ തുടങ്ങി. അതെല്ലാം ഒരു കോയിൻസിഡൻസ് പോലെ എനിക്ക് അന്നേരം തോന്നിയത്. പിന്നെ രാവിലെ ഒരു 3 മണി വരെയൊക്കെ ഞാൻ ഈ പെയിൻ സഹിച്ചു കേട്ടോ. എനിക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല രീതിയിൽ പെയിൻ വരും. പിന്നെ അത് ഒരു കൺട്രാക്ഷൻ സ്റ്റേജിലോട്ടൊക്കെ ഞാൻ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എത്തിത്തുടങ്ങി. നല്ല വേദന തുടങ്ങി. ഒരു 10-15 മിനിറ്റ് നമ്മളെ ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ ഞെരിച്ച് കൊണ്ടുപോകുന്നൊരു വേദന എടുക്കും. പെട്ടെന്ന് അത് സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. പിന്നെ നമ്മളിതൊന്നും അറിയാത്ത പോലെ നടക്കുന്നു. വീണ്ടും ഇങ്ങനെ വേദന എടുക്കുന്നു, പിന്നെ ഇങ്ങനെ ചെയ്യുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു വെളുപ്പിന് 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആ ഒരു കൺട്രാക്ഷൻ സ്റ്റേജിലേക്ക് എത്തി തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന്, ഇനിയിപ്പം വെയിറ്റ് ചെയ്യണ്ട, ഇനി ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ള ഒരു സിറ്റുവേഷനിലേക്കൊക്കെ കാര്യങ്ങളെത്തി. ഇപ്പോൾ വൈകിട്ട് ഞങ്ങൾ ഉറങ്ങിയില്ലല്ലോ. ഞാനൊരു 10 മണി 11 മണി വരെയൊക്കെ ഓരോ സൈഡിലോട്ട് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കിടന്നിട്ടും എനിക്കിങ്ങനെ വയറുവേദന കുറയാതെ വന്നപ്പോൾ, നടുവിന് വേദന ഒന്നും കുറയാതെ വന്നപ്പം ഞാനങ്ങ് ഞാനും എണീറ്റു, കൂടെ മമ്മി എണീറ്റു. മമ്മിയുടെ കുറേ കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്തു. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നു, വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് റൂമിൽ. അപ്പം അതുകൊണ്ട് പപ്പായും എന്ത് ചെയ്തു, ഈ ബഹളമൊക്കെ കേട്ട് പപ്പായും അങ്ങ് എണീറ്റിരിക്കുമായിരുന്നു, ഉറങ്ങിയൊന്നുമില്ല. ആകെ അന്ന് വീട്ടിലിറങ്ങിയത് എൻ്റെ അനിയനും ഉറങ്ങി, അമ്മച്ചിയും ഉറങ്ങി. ബാക്കി ഞങ്ങൾ 3 പേരും, ഞാനും പപ്പായും മമ്മിയൊന്നും വൈകിട്ട് ഉറങ്ങിയേയില്ല. ഞങ്ങൾ പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. ഞാൻ എന്തൊരു കട്ടൻ കാപ്പി മാത്രം ഇട്ട് കുടിച്ചു. കട്ടൻ കാപ്പി കുടിച്ചു. പിന്നെ ഈ ബോളി ഉണ്ടല്ലോ, പപ്പടവട എന്നൊക്കെ പറയുന്നത്, ആ സംഭവം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഞാൻ കഴിച്ചു. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കുടിച്ചു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ടെല്ലാം റെഡിയായി. അനിയനെയൊക്കെ വിളിച്ച് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആശുപത്രിയിലോട്ട് വിട്ടു. അപ്പോൾ പോകുന്ന വഴിക്ക് അപ്പോഴേക്കൊക്കെ എനിക്ക് നല്ല വേദനയായി കേട്ടോ. നല്ല ആ ഒരു കൺട്രാക്ഷൻ സ്റ്റേജിലോട്ട് വന്ന് നല്ല വേദന എനിക്ക് തുടങ്ങി. ഒരു 10-15 മിനിറ്റ് ആണെങ്കിൽ എൻ്റെ ജീവൻ പോകുന്ന വേദന എനിക്ക് തുടങ്ങി. എനിക്കാണെങ്കിൽ ചെറിയ വേദന പോലും സഹിക്കാനായിട്ടുള്ള ഒരു ത്രാണിയുള്ള ആളല്ല ഞാൻ. അപ്പോൾ എനിക്കൊട്ടും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറിൽ ഹോസ്പിറ്റലിലോട്ട് പോയി. പോണ വഴിക്കല്ല എനിക്കിങ്ങനെ നമ്മൾ സിനിമയൊക്കെ കാണുന്നല്ലോ, നിലവിളി ശബ്ദം ഇടുമെന്നുള്ളൊരവസ്ഥയായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര വേദനയായിട്ട് ഞാൻ കാറിലിട്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് നടക്കാൻ പോലും മേലാത്തൊരവസ്ഥയായി. പക്ഷേ എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. അതുപോലെ എനിക്ക് വേദനയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഒരു വീൽ ചെയറൊക്കെ കൊണ്ടുവന്നു എന്നെ അവിടുന്ന് ലേബർ റൂമിലോട്ടൊക്കെ കൊണ്ടുപോയി. ലേബർ റൂമിൽ ചെന്നപ്പം ഡ്യൂട്ടി ഡോക്ടറായിരുന്നു ലേബർ റൂമിലുണ്ടായിരുന്നത്. അപ്പം എൻ്റെ മെയിൻ ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ്, ആ ഡോക്ടർ ആ സമയത്ത് ഹോസ്പിറ്റലിലില്ല, ഡ്യൂട്ടി ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പുള്ളിക്കാട് തന്നെ ഒരു അസിസ്റ്റൻറ്റ് ഡോക്ടറാണ്. അപ്പോൾ അവർ എന്നെ അന്നേരം തന്നെ എക്സാമൊക്കെ ചെയ്തു, PV ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ എന്നോട് അന്നേരം പറഞ്ഞു, 2 ഫിംഗർ എന്തോ ആയിട്ടുണ്ട്, ലേബർ പെയിനാണ്, 2 ഫിംഗർ ആയിട്ടുണ്ട്, കുറച്ച് താമസിക്കാതെ തന്നെ രാവിലെ ഒരു 10-10:30 ആ സമയം 9:30-10 മണിക്കുള്ളിൽ തന്നെ എന്താണെങ്കിലും ഡെലിവറി നടക്കും എന്നുള്ളൊരു കാര്യം ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന, അതായത് നൈറ്റ് ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സിസ്റ്റർമാരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയം അവിടെ ആണെങ്കിൽ ഇച്ചിരി ഒരു പ്രായമായിട്ടുള്ളൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ വയറൊക്കെ നല്ല വയറുണ്ട്. ഞാനിങ്ങനെ വയ്യാത്ത രീതിയിൽ ഭയങ്കര അപ്പം തന്നെ എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലെത്തി. അപ്പോൾ അവിടെ ലേബർ റൂമിൽ ചെന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ സിസ്റ്റർ ഇങ്ങനെ അവിടെ പറയുന്നത് കേട്ടു, ഇതൊന്നും പ്രസവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല, ഇതിൻ്റെ വയറ് കണ്ടില്ലേ എന്നിങ്ങനെ ഒരു ഹാഷായിട്ട് പറഞ്ഞു. അയ്യോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ പേടിച്ച് ശ്വാസം മുട്ടിയാണ് നിൽക്കുന്നത്. കാരണം
നമുക്ക് ഒന്നാമത് ഈ ആദ്യത്തെ പ്രസവമൊക്കെ നമുക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല, എങ്ങനെയാണ് സംഭവങ്ങൾ നടക്കുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ കൂടെയുള്ള ആൾക്ക് വീട്ടിലെ മൂത്ത ആളാണ് ഞാൻ. അപ്പം വീട്ടിലാണെങ്കിൽ തന്നെ പപ്പായ്ക്കും മമ്മിക്കും എല്ലാം ഇങ്ങനത്തെ ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ഒന്നാമത് ഇതെന്ന് പറയുന്നത് ഞാണിന്മേ കളിയാണ് അല്ലേ. ഈ അത്ര റിസ്ക് ഉള്ള കാര്യമാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും പലർക്കും പല അപകടങ്ങളും ആ സമയത്തൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ള റിസ്ക് ഉള്ള സമയത്ത് ഒരിക്കലും ഒരു സിസ്റ്റർമാരുടെയോ ഡോക്ടർമാരുടെയോ ഒന്നും വായിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ വെച്ച് അവരുടെ റിലേറ്റീവ്സിന് മുമ്പിൽ വെച്ച് പറയാതിരിക്കണം. കാരണം അവർക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടാക്കുമെന്ന് അറിയും. അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉണ്ടായിരുന്ന ജീവനോട് എൻ്റെ ശ്വാസം കൂടെ അങ്ങ് പോയി. കാരണം ഇതൊന്നും പ്രസവിക്കത്തില്ല, ഇതിൻ്റെയൊക്കെ വയറ് കണ്ടില്ല എന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ തന്നെ എനിക്ക് പേടിയായി തുടങ്ങി. ഇത് എങ്ങനെയാണ്, ഇതിന് എന്തായി തീരും എന്നുള്ള ടെൻഷനായി. പിന്നെ എന്നെ അവിടെ തന്നെ ഇരുത്തി. അവിടെ ആദ്യം ഞങ്ങൾ ആ ലേബർ റൂമിൻ്റെ കാഷ്വാലിറ്റി പോലെ ഒരു സംഭവം ഉണ്ട്, അവിടെ ഞങ്ങൾ ചെന്നെന്ന് തോന്നുന്നു. പിന്നെ എന്നെ അവിടുന്ന് വേറൊരു റൂമിലോട്ട് മാറ്റി. അവിടെ കുറേ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കിടന്നു. അവിടെ എപ്പോഴും ഈ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുമോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നമ്മുടെ പ്രഷറൊക്കെ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. ഒരു 7:30-8 മണി വരെ ഞാൻ അവിടെയായിരുന്നു. അപ്പം ഇതിനിടയ്ക്ക് അച്ചാച്ചന് ഈ വിവരമൊന്നും അറിയുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയെന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ പോയ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ആ മെസ്സേജ് ഞാൻ കണ്ടല്ലോ. അപ്പോൾ രാവിലെ വെളുപ്പിനെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ട മെസ്സേജ് എന്ന് പറയുന്നത് ആൺകുഞ്ഞാണെങ്കിൽ വിഹാനിന് പേരിട്ടോളാനാ. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു എന്താണേലും ഇനി ഞങ്ങൾ പറയുന്നില്ല, ഇനി ഹോസ്പിറ്റലൊക്കെ ചെന്നിട്ട് എന്താണ് സിറ്റുവേഷൻ അറിഞ്ഞിട്ടേ അച്ചാച്ചനോട് പറയുന്നുള്ളൂ. ഒരു സർപ്രൈസ് ആയിട്ട് ഇത് ഇരുന്നോട്ടെന്നുള്ള രീതിയിൽ ഞാനിത് പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ പോയ ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല, വിളിച്ച് പറയാനും പോയില്ല. പപ്പായോടൊക്കെ പറഞ്ഞു ആരും അച്ചാച്ചനെ വിളിച്ച് ഇതൊന്നും പറയണ്ടെന്നും പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ലേബർ റൂമിൻ്റെ അടുത്തുള്ള റൂമിൽ എന്നെ ആക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അച്ചാച്ചൻ്റെ കോൾ വന്നു. അതായത് രാവിലെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എനിക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു മൊബൈലിൽ, ഈ പ്രഗ്നൻസിയുടെ ആ ഒരു സമയത്തൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുഞ്ഞിൻ്റെ വളർച്ചയെ പറ്റിയിട്ട്, അങ്ങനെ നമുക്ക് കഴിക്കേണ്ട ഫുഡുകളെ പറ്റിയിട്ട്, ഇപ്പം കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, ഇപ്പോൾ കുഞ്ഞിൻ്റെ ഒരു വളർച്ച എത്രത്തോളം ആയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് മൊബൈലിൽ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഞാൻ എന്നും ഇങ്ങനെ ഫോളോ ചെയ്യും. അപ്പോൾ അതിനകത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മളെപ്പോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ടൊക്കെ നമുക്ക് ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ആ ഡോക്ടറിനോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സംശയങ്ങൾ നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഈ ഫേസ്ബുക്കൊക്കെ പോലെ ഒരു ഗ്രൂപ്പുണ്ട്, നമുക്ക് ആ ഗ്രൂപ്പിൽ ചോദിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഒരു മെസ്സേജ് വരും, ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ വെച്ചിട്ട്, അമ്മേ ഞാൻ ഇന്ന് 25-ാം ദിവസമാണ്, അല്ലെ ഞാൻ ഇന്ന് ഇത്രാമത്തെ ദിവസം എത്തിയിരിക്കുന്നു, എനിക്ക് ഇത്ര വളർച്ച എത്തി എന്നൊക്കെ പറഞ്ഞൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. ഞാനിപ്പോൾ ഒരു ബുബ്ലൂസ് നാരങ്ങയുടെ ഒരു അത്രയും വലിപ്പത്തിലായി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് വരും രാവിലെ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. അപ്പോൾ ഈ മെസ്സേജ് വരുമ്പോൾ അമ്മേ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് വരുന്നത്. ഈ മെസ്സേജ് വരുമ്പോൾ തന്നെ ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അച്ചാച്ചനെ എന്ന് അയച്ചു കൊടുക്കും. ഒരു 7-7:30 ആ ഒരു സമയത്താണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം അച്ചാച്ചൻ അന്ന് രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഈ മെസ്സേജ് വന്നിട്ടില്ല. അപ്പോൾ അത് മെസ്സേജ് കാണാഞ്ഞപ്പോൾ അച്ചാച്ചന് ഡൗട്ട്. തലേദിവസം എനിക്ക് വയ്യെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അച്ചാച്ചൻ എന്ത് ചെയ്തു, അപ്പം തന്നെ എൻ്റെ അനിയനെ വിളിച്ചു. അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഫോൺ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, നീ ടെൻഷനൊന്നും അടിക്കണ്ട, എല്ലാം ശരിയാകും, കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കുഞ്ഞിനെയൊക്കെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സന്തോഷം എല്ലാം പങ്കുവെച്ച് ഞങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരുന്നു. പക്ഷെ വേദന അപ്പോൾ തന്നെ അപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ആരൊക്കെ എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചേച്ചി എന്നെ എപ്പോഴും വിളിക്കുമെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ചേച്ചി ആ സമയത്ത് വിളിച്ചു. എന്നോട് കുറേ പറഞ്ഞ് കരയും, ഞാൻ ഭയങ്കര കരച്ചില്ല, വേദന അതുപോലെ വേദനയാണ്. എന്നോട് നീ കരയൊന്നും വേണ്ട, സാരമില്ല, പോട്ടെ, നമുക്ക് കുറച്ച് സമയം കൂടെ നീ സഹിച്ചാൽ മതിയല്ലോ. എന്നിട്ട് ചേച്ചി അങ്ങ് കരച്ചില്ല. ഇതൊക്കെയായിരുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു 9 മണി വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മെയിൻ ഡോക്ടർ വന്നു. ഡോക്ടറിന് അന്ന് OP ഉള്ള ദിവസമാണ്. അപ്പം ഡോക്ടറിന് അന്നേ ഒരു 50ഓളം പേഷ്യൻ്റ് എങ്ങാണ്ട് അന്ന് ഡോക്ടറിന് കാണാനുണ്ട്, ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നെ വന്ന് കണ്ടു. ഡോക്ടറും ചെക്കപ്പൊക്കെ നടത്തി. എന്നെ അന്നേരം തന്നെ ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം മറ്റേ നമ്മുടെ നീല കളറിലൊരു കോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടിപ്പിച്ചു. എന്നെ ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ലേബർ റൂമിലാണെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം സഹായിച്ചിട്ട് ആ സമയത്ത് വേറെ ആരും ഡെലിവറിക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു സന്തോഷമായി. ഞാൻ എല്ലാ കെയറിങ്ങും എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷമൊക്കെ എനിക്ക്. അങ്ങനെ ഞാൻ ലേബർ റൂമിലോട്ട് ചെന്നു. അവിടെ ഒരു മെയിൻ സിസ്റ്ററും പിന്നെ വേറെ 2 സിസ്റ്റർമാരും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ വന്ന് നോക്കും. ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കും എന്തായി അവസ്ഥ, എത്ര കാര്യങ്ങളൊക്കെ. എന്നിട്ട് എന്നോട് പറയും പുഷ് ചെയ്യ് ഇങ്ങനെ എന്നോട് പറയും. എനിക്കുള്ള അതിനുള്ള ആരോഗ്യം എനിക്ക് സത്യം പറഞ്ഞില്ലായിരുന്നു. രാത്രി തൊട്ട് തുടങ്ങിയ വയറുവേദന, അല്ലെ നടുവിന് വേദന, ക്ഷീണം, കാര്യങ്ങളെല്ലാം ആയിട്ട് എനിക്ക് വയ്യാണ്ടായിരുന്നു. ഒരു 9 മണി എന്നൊക്കെ പറഞ്ഞ സമയം എനിക്കൊന്ന് അപ്പോഴത്തേക്കൊക്കെ എനിക്ക് വയ്യാത്തൊരവസ്ഥയാണ്. എനിക്ക് പുഷ് ചെയ്യാനുള്ള ആരോഗ്യം പോലും ഇല്ല. ഒന്നും ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഡോക്ടർ ഓൾറെഡി മമ്മിയോട് പപ്പായോടൊക്കെ ചെന്നിട്ട് പറഞ്ഞു, ഒരു 9-9:30 ആയപ്പോൾ അവരോട് ചെന്നിട്ട് പറഞ്ഞു, ഒരു 10 മണിക്കുള്ളിൽ ഉടനെ തന്നെ എന്താണെങ്കിലും പ്രസവം നടക്കും, ഫുൾ ലേബറിലൊക്കെ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഉടനെ തന്നെ പ്രസവം നടക്കും, എല്ലാം റെഡിയാക്കി വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് വെളിയിൽ നിൽക്കുക. പക്ഷെ 9:30 10:30 11:30 എന്നെ കൊണ്ടൊന്നും നടക്കുന്നില്ല. എനിക്ക് പുഷ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ മാക്സിമം ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് അവർ ഇൻഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒക്കെ അളവൊക്കെ കൂട്ടി എനിക്ക് വെച്ചു. അത് അപ്പോഴത്തേക്ക് അങ്ങ് വേദന അങ്ങ് ഭയങ്കര, എനിക്കറിയത്തില്ല അത് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ എന്തുമാത്രം വേദനയാണ് സഹിക്കുന്നതെന്ന്. അപ്പോൾ അത്രയും വേദന ഞാൻ സഹിച്ചു. പുഷ് ചെയ്യാൻ പറഞ്ഞ എൻ്റെ സർവ്വ ആരോഗ്യം എടുത്ത് ഞാൻ പുഷ് ചെയ്തു. അതിനിടയ്ക്ക് ഈ വേദന വരുമ്പോൾ ഞാൻ പുഷ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനങ്ങ് അലറിക്കൊണ്ടാണ് ഞാൻ പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അലറി എൻ്റെ ശബ്ദം മാറിപ്പോയി. എൻ്റെ ശബ്ദം അടച്ചിട്ട് വേറെന്തോ ഒരു ശബ്ദമായി എനിക്ക്. എൻ്റെ ഷേപ്പ് എല്ലാം അങ്ങ് മാറി. കാരണം കരച്ചിൽ, രാത്രിയോടുള്ള കരച്ചിലല്ലേ, കരഞ്ഞു പറഞ്ഞിട്ട് എൻ്റെ മുഖമൊക്കെ ഒരുപാടങ്ങ് ചീർത്ത്, ബോഡിയൊക്കെ അങ്ങ് വീർത്ത്. സത്യം പറഞ്ഞാൽ അപ്പം ആ ഒരു കോലത്തിൽ എന്നെ ആരെങ്കിലും കണ്ടാൽ പേടിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥയായി എനിക്ക്. എൻ്റെ കരച്ചിൽ കേട്ടിട്ട് അവിടുത്തെ സൂപ്പർമാൻ ചേച്ചിമാരൊക്കെ ഓടി ലേബർ റൂമിൽ വരുന്നു. ചിലരൊക്കെ എൻ്റെ അടുത്തോട്ട് മോളെ സാരമില്ല, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഈ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കിടത്തുന്ന നേഴ്സറി ഉണ്ടല്ലോ, അവിടെ നിൽക്കുന്ന സിസ്റ്റർമാർ വരെ എൻ്റെ ബഹളം കേട്ടിട്ട് ഓടി എൻ്റെ അടുത്ത് വന്നു. എന്ത് പറ്റി, എന്താ പുഷ് ചെയ്യുക, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുക. അപ്പോൾ 3 സിസ്റ്റർമാർ മാത്രം ഉണ്ടായിരുന്ന ലേബർ റൂമിൽ പിന്നെ ആളായി, ബഹളമായി, ആകെപ്പാടെ ബഹളം. അവിടെ ഉള്ള എനിക്കൊന്ന് ഡോക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റാഫും അവിടെ ഉണ്ടായിരുന്നു. അതുപോലത്തെ ബഹളമായിരുന്നു ഞാനവിടെ. അത്രയ്ക്ക് വേദനയും പെയിനും ഒക്കെ ആയിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ 3 മെയിൻ സിസ്റ്റർമാരായിരുന്നു ലേബർ റൂമിൽ. അതിനകത്ത് ഒരാൾക്ക് നല്ല പ്രായമുണ്ട്. പ്രായം എന്ന് പറഞ്ഞാൽ നല്ല പ്രായമല്ല, ഒരു 10-55 വയസ്സെന്തോ ഉണ്ട്. പുള്ളിക്കാരിക്ക് ചെവി കേൾക്കത്തില്ല. എവിടെയെങ്കിലും പോയെന്ന് തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നൊന്നും പുള്ളിക്കാരിക്ക് കേൾക്കത്തില്ല. ഞാൻ സിസ്റ്ററെ നോക്ക്, കുഞ്ഞ് വന്നോ നോക്ക്, എവിടെ കേൾക്കാൻ, അവർ കേൾക്കുന്ന പോലും ഇല്ല. അങ്ങനെ അവർക്ക് ചെവി കേൾക്കത്തില്ല. അടുത്തൊരു സിസ്റ്റർ ഉണ്ടായിരുന്ന സിസ്റ്ററാണെങ്കിൽ 7 മാസം പ്രഗ്നൻ്റ്. അവർക്കാണെങ്കിൽ എൻ്റെ കരച്ചിൽ ബഹളം കണ്ടിട്ട് പുള്ളിക്കാരി ശ്വാസം മുട്ടി, പുള്ളിക്കാരി തല ഇറങ്ങി ഒരു കസേരയിലിരിക്കുന്നു. കൂടെയുള്ള ഒരു സിസ്റ്ററാണെങ്കിൽ ആ സിസ്റ്ററിനെ പരിപാലിച്ചുകൊണ്ട് നിൽക്കുക. എൻ്റെ പൊന്നെ, പിന്നെ വല്ലതും പറയണം. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് ശ്വാസം മുട്ടിട്ട് ഞാൻ ആ സിസ്റ്റർ നോക്കുമ്പോൾ ആ സിസ്റ്റർ മറ്റൊരു കൊച്ചു സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പുള്ളിക്കാരി ഈ 7 മാസം ഗർഭിണിയായിട്ടുള്ള സിസ്റ്ററിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ പുള്ളിക്കാരി ഇങ്ങനെ ഈ സിസ്റ്ററിനെ പിടിച്ചിട്ട് ഇങ്ങനെ ശ്വാസം പോലും വിടാൻ വയ്യാത്ത രീതിയിൽ അവർക്കങ്ങ് പ്രഷറായി. ഞാനാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ. അവിടെ നിൽക്കുന്ന തൂക്കാൻ വരുന്ന ചേച്ചിമാരും അവിടെ ഉള്ള ബാക്കി സ്റ്റാഫുമാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരൊക്കെ എൻ്റെ അടുത്ത് വരാനായിട്ടൊരു കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ മമ്മിയുടെ ചേച്ചി ആ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഓൾറെഡി ഞങ്ങളെ അറിയാം. അതുകൊണ്ട് എൻ്റെ ബഹളമൊക്കെ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ആൾക്കാരെ കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ ആ ലേബർ റൂമിൽ നിന്ന് മനസ്സിലായിട്ടാണ് ഈ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വരാനായിട്ടൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു 9:30ക്കും 10-നും പ്രസവിക്കുമെന്ന് പറഞ്ഞ് ഞാൻ 10:30 11:30 12:30 ഞാൻ പ്രസവിച്ചില്ല. അവസാനം വാക്വം വെക്കാന്നുള്ള ഒരു ധാരണയിൽ ഡോക്ടർ എത്തി. ഡോക്ടർ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കും, നീ പുഷ് ചെയ്യാത്തോണ്ടാണ് കുഞ്ഞ് വരുന്നത്. എൻ്റെ സർവ്വ ആരോഗ്യം എടുത്ത് ഞാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ കുഞ്ഞ് വെളിയിലോട്ട് വരുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്ക് വാക്വം വെക്കാം, കാരണം കുഞ്ഞ് പകുതി എന്തോ വരുന്നുണ്ട് വെളിയിലോട്ട്, മൊത്തമായിട്ട് ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി വരുന്നില്ല, അങ്ങനത്തെ എന്തോ അവസ്ഥയായി. അപ്പോൾ പിന്നെ വാക്വം വെക്കാന്നുള്ള ഒരു ധാരണയിലെത്തി. വാക്വമൊക്കെ സിസ്റ്റർ വന്ന് വാക്വമൊക്കെ വെച്ച് വാക്വം വെച്ചിട്ടും കുഞ്ഞ് വരുന്നില്ല. അപ്പോൾ വാക്വം വെച്ച് അവർ വലിച്ചു നോക്കിയിട്ട് അവർ പെട്ടെന്ന് തന്നെ അത് മാറ്റിയപ്പോഴത്തേക്കും വേറൊരു സിസ്റ്റർ അവിടെ പറയുന്നത് കേട്ടു, എന്താ റിങ് ഉണ്ടോ സിസ്റ്റർ എന്നിങ്ങനെ ഈ ഏലിയാമ്മ സിസ്റ്ററിനോട് ചോദിക്കുന്നത് കേട്ടു. അപ്പോഴത്തേക്ക് എനിക്കങ്ങ് ടെൻഷനായി. അപ്പം നമ്മൾ ഓൾറെഡി ഈ പ്രസവമൊക്കെ ആറായിരിക്കുമ്പോൾ മുഴുവൻ യൂട്യൂബിലാണല്ലോ, എങ്ങനെയാണ് സിംറ്റംസ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് ഈ പ്രസവ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കുഞ്ഞിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ.
അപ്പോൾ ഈ റിങ്ങെന്ന് കേട്ടപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ ഓൾറെഡി ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞ് വെളിയിൽ വരാനായിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇങ്ങനെ കോഡ് ചുറ്റാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ. അപ്പോൾ എനിക്കങ്ങ് ടെൻഷനായി, ദൈവം ഇനി അതുമല്ലാണോ. അപ്പം ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഓപ്പറേഷൻ മതി, എനിക്ക് സിസേറിയൻ മതി, എനിക്കിനി പുഷ് ചെയ്യാനും പറ്റത്തില്ല, ഒന്നിനും എനിക്ക് പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് എന്നെ സിസേറിയൻ ചെയ്യണം. വേദന സഹിച്ച് ഒന്നാതെ മടുത്തു. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഞാൻ ഇങ്ങനെ കേൾക്കുക. അത് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. എൻ്റെ ഓർമ്മയിൽ അവരിങ്ങനെയാണ് പറഞ്ഞത്, റിങ് ഉണ്ടെന്ന്, അങ്ങനെ എന്താ സംഭവമാണ് പറഞ്ഞത്. എനിക്ക് അറിയില്ല അത് എന്താ സംഭവിച്ചതെന്ന്. ഞാൻ ചോദിച്ചു ഇതാണോ ചോദിച്ചപ്പം എന്നോട് സിസ്റ്റർ പറഞ്ഞു അല്ല അതൊന്നും അല്ല, അങ്ങനൊന്നും അല്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്താണ് കട്ടായം പറഞ്ഞു ഇനി എനിക്ക് പറ്റത്തില്ല, എനിക്കിനി സിസേറിയൻ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലല്ലോ അവരെന്നെ സിസേറിയൻ ചെയ്യും, കാരണം എനിക്ക് ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല, അത് എന്തോ ഒരു കോംപ്ലിക്കേഷൻ അപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ പിന്നെ എല്ലാവർക്കും അങ്ങ് പെട്ടെന്ന് അങ്ങ് ടെൻഷൻ ആവുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ഒരു സിസ്റ്ററുമായിട്ട് ഒരു സിസേറിയൻ ചെയ്യാനായിട്ടുള്ള സാങ്ഷനൊക്കെ നമ്മൾ സൈൻ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറൊക്കെ കൊണ്ടുവന്നു. ഞാനതൊക്കെ ഇങ്ങനെ ആകാശത്ത് വെച്ച് സൈൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ മെയിൻ ഡോക്ടർ വരുന്നു, എന്നെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജടപടെ എന്തൊക്കെയോ ബഹളങ്ങളായി അവിടെ. അങ്ങനെ സ്ട്രെച്ചറൊക്കെ കൊണ്ടുവന്നു, എന്നെ നേരെ ലേബർ റൂമിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകും. മേളത്തെ നിലയിൽ എന്തോയായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ. അപ്പം ഈ ലേബർ റൂമിൻ്റെ വാതിൽ തുറന്ന് ഞാൻ വെളിയിലോട്ട് വരുമ്പോൾ പപ്പായും മമ്മിയൊക്കെ ഇങ്ങനെ വെളിയിൽ നിൽക്കും. അയ്യോ എൻ്റെ ദൈവമേ, എനിക്കതൊന്നും ഓർക്കാൻ വയ്യ എപ്പോഴും കേട്ടോ. ഭയങ്കരമായിട്ട് ഞാൻ ടെൻഷൻ അടിച്ചു പോയി. ഞാൻ ജീവനോടെ തിരിച്ച് വരുമോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു, കാരണം അത്രയ്ക്കായി എൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. പപ്പായും മമ്മിയെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അത്ര ഉണ്ടായിരുന്ന അപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു ശ്വാസം കൂടെ എൻ്റെ നിലച്ചു എന്ന് വേണേൽ പറയാം. എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നോക്കുമ്പം ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട് ഹോസ്പിറ്റലിൽ. എൻ്റെ ബന്ധത്തിലും സ്വന്തത്തിലും പെട്ട എല്ലാവരും ഹോസ്പിറ്റലുണ്ട്. പപ്പായുടെ വീട്ടുകാർ ഫുള്ള്, മമ്മിയുടെ വീട്ടുകാർ ഫുള്ള് ഹോസ്പിറ്റലുണ്ട്. മമ്മിയുടെ ആങ്ങളമാരുണ്ട്, പപ്പായുടെ പെങ്ങളുണ്ട്, അവരുടെ എല്ലാ ഫാമിലി ഫുള്ളായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇവരെല്ലാവരും എന്നെ കണ്ടങ്ങ് കരയുക. പപ്പായുടെ പെങ്ങളൊക്കെ നിന്നങ്ങ് കരയും, എൻ്റെ അപ്പച്ചിയൊക്കെ നിന്ന് കരയും. അതായത് ഒരു ഡെഡ് ബോഡി കൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും. കാരണം അത്രയും ഞാൻ രാവിലെ എല്ലാവരും ഒരു 3 മണി 4 മണി ആയപ്പോഴേ ഞാൻ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി എന്നുള്ള കാര്യം അറിഞ്ഞു. 12 മണിയായിട്ട് പ്രസവം നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും അങ്ങ് ടെൻഷനായി. പിന്നെ വെളിയിൽ വന്ന എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് മുഖമൊക്കെ വീർത്ത്, ശരീരമൊക്കെ കുറച്ചുകൂടെ വീർത്ത്, ഒരു വല്ലാത്തൊരു രൂപത്തിൽ എന്നെ കൊണ്ടുവരുന്നത്. എല്ലാവരും പേടിച്ചു. പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് എല്ലാവർക്കും ടാറ്റാ ബേബിയൊക്കെ പറഞ്ഞ് ഞാൻ നേരെ ലേബർ റൂമിലല്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കൊണ്ടുപോയി അവിടെ എന്നെ ബെഡിലൊക്കെ കിടത്തി, ഓപ്പറേഷൻ ചെയ്യാനുള്ള ടേബിളിലൊക്കെ കൊണ്ട് കിടത്തി. അപ്പോഴാണ് എനിക്ക് ദൈവദൂതനെ പോലെ ആ ഡോക്ടർ വരുന്നത്. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പേര് ഞാൻ മറന്നുപോയി, എങ്കിലും ആ ഡോക്ടറിൻ്റെ മുഖമൊന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടർ. അയ്യോ, ഞാൻ ആ ഡോക്ടറെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഭയങ്കര വേദന, എനിക്ക് എങ്ങനെയെങ്കിലും ഈ വേദനയൊന്ന് മാറ്റിത്താ. ആ ഡോക്ടർ സത്യം പറഞ്ഞൊരു ദേവദൂതനായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരുടെ അടുത്തൊന്നും എനിക്ക് കിട്ടാത്തൊരു കെയറിങ് എനിക്ക് ആ ഡോക്ടറുടെ അടുത്തുനിന്ന് കിട്ടി. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇപ്പം തന്നെ മാറ്റിത്തരാം, മോളൊന്നും കൊണ്ട് പേടിക്കേണ്ടത്, ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി, ഇപ്പം മാറുമെന്ന് പറഞ്ഞ് എനിക്കപ്പം തന്നെ അനസ്തേഷ്യ ഇഞ്ചക്ഷൻ തന്നു. പിന്നെ ആ ഡോക്ടർ ആ ഓപ്പറേഷൻ കഴിയുന്നോടെ വരെ, എൻ്റെ സിസേറിയൻ കഴിയുന്നോടെ വരെ എൻ്റെ ഈ തലയുടെ ഈ ഒരു ഇടതുവശത്ത് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് എൻ്റെ ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, എൻ്റെ ഈ കയ്യിൽ ആ ഡോക്ടർ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഗൈനക്കോളജിസ്റ്റ് മെയിൻ ഡോക്ടർ എനിക്ക് സിസേറിയൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡോക്ടർ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ തൂത്തിട്ട് എന്നോട് സംസാരിക്കുക. വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്താ പേര്, എന്താ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കും. അപ്പം ഞാൻ ആ ഡോക്ടറുമായിട്ട് ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നിട്ട് പറയുന്നു, ഡോക്ടറെ ആൺകുഞ്ഞാണെങ്കിൽ ഞാൻ പേരൊക്കെ നേരത്തെ കണ്ടു. അപ്പോഴത്തേക്ക് എൻ്റെ വേദനയെല്ലാം മാറിയപ്പോൾ ഞാൻ നോർമലായി. ഞാൻ പറഞ്ഞു, ആൺകുഞ്ഞാണെങ്കിൽ ഞാൻ പേരൊക്കെ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ പേര് കണ്ടുപിടിച്ച്? ഞാൻ പറഞ്ഞു, വിഹാൻ എന്നാന്ന് പറഞ്ഞു. അപ്പം ഈ കൊറോണയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ വുഹാൻ എന്നുള്ള പേരുണ്ടല്ലോ, കൊറോണ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആ സ്ഥലം. അപ്പം ആ പേര് പറഞ്ഞ് ഡോക്ടർ അപ്പം തന്നെ ചിരിച്ചു. എന്തോ വുഹാനോ എന്ന് പറഞ്ഞ് ഡോക്ടർ അപ്പം തന്നെ ചിരിച്ചു. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ എല്ലാം അപ്പം തന്നെ ചിരിച്ചു. ഞാൻ പറഞ്ഞു, വുഹാനല്ല വിഹാൻ എന്നൊക്കെ പറഞ്ഞ് ഞാനും ഡോക്ടറും കുറേ നേരമൊക്കെ സംസാരിച്ചു. അപ്പോൾ ആ സമയത്ത് ഇവിടെ സിസേറിയനൊക്കെ നടന്നു. എനിക്ക് ആ ഡോക്ടർ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം പുള്ളി അതുപോലെ എന്നെ കെയർ ചെയ്തു. സിസേറിയൻ കഴിഞ്ഞു.
കുഞ്ഞിനെ പുറത്തെടുത്ത് ഡോക്ടർ പറഞ്ഞു ആൺകുഞ്ഞാട്ടോ എന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് സന്തോഷമായി. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു വിഹാന എന്ന് പറഞ്ഞു. പിന്നെ അവർ കുഞ്ഞിനെ സിസ്റ്റർമാർ കൊണ്ടുപോയി അവനെ ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുപോയി. ഇപ്പോൾ കുഞ്ഞ് കരയുന്നില്ല. ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കുഞ്ഞ് കരയുമല്ലോ, ഭയങ്കരമായിട്ട് കരയുന്നു, വെളിയിൽ നിൽക്കുന്ന ആളുകളെല്ലാം സന്തോഷിക്കുന്നു, അങ്ങനത്തെ സീനുകളാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞ് കരയുന്ന ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പം ഞാനിപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ കുഞ്ഞ് കരഞ്ഞില്ല, ഡോക്ടറെ കുഞ്ഞ് കരയുന്നില്ലല്ലോ. അപ്പോൾ ഡോക്ടർ കുഞ്ഞ് കരയുന്നില്ല, കുഞ്ഞ് കരയുന്ന ശബ്ദമൊന്നും കേട്ടില്ല. ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് കരഞ്ഞല്ലോ. അപ്പം ഞാൻ അവിടെ കിടന്നിട്ട് നമ്മളൊരു സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലോ, ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു പരകോടി നിൽക്കും. ഞാൻ പറഞ്ഞു എടാ കരയടാ, നീ എത്ര നേരമായി, ഞാൻ ഇന്നലെ വൈകിട്ട് തൊട്ട് തുടങ്ങിയ കരച്ചില്ല എൻ്റെ, നീ എന്താടാ കരയാത്തെന്ന് ചോദിച്ചു ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടു. അപ്പം തന്നെ അവൻ കരഞ്ഞു കേട്ടോ, അപ്പം തന്നെ അവൻ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം എല്ലാവരും ഒക്കെ ചിരിച്ചു. എല്ലാവരും പറഞ്ഞു കുഞ്ഞിനെ ഉണ്ടായപ്പോൾ തന്നെ അവനെ വഴക്ക് പറയുക അല്ലേ എന്നൊക്കെ എന്നോട് തമാശക്കൊക്കെ പറഞ്ഞ് എന്നെ പിന്നെ അവിടുന്ന് അപ്പം തന്നെ പിന്നെ എന്നെ അവിടുന്ന് കുഞ്ഞിനെയൊക്കെ വെളിയിലൊക്കെ കൊണ്ട് കാണിച്ചു. അതാ രസം. കുഞ്ഞിനെ ഓപ്പറേഷൻ സിസേറിയൻ എന്നെ അവിടെ കയറ്റി ഒരു ഇഞ്ചക്ഷൻ തന്നു. അപ്പം തന്നെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ സിസേറിയൻ കഴിഞ്ഞില്ല. 10 മിനിറ്റ് പോലും എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. സിസേറിയൻ കഴിഞ്ഞു. വെളിയിൽ ആനിയുടെ ആരെങ്കിലും ഉണ്ടോ എന്ന് തിയേറ്ററിൻ്റെ വെളിയിൽ വന്ന് ചോദിച്ചു. അപ്പം എൻ്റെ പപ്പ ഓടി അങ്ങോട്ട് ചെന്നു. അപ്പോൾ സിസ്റ്ററിൻ്റെ അതിലിങ്ങനെ കുഞ്ഞിരിക്കുക. അപ്പോൾ പപ്പ ഓർത്ത് എന്താണ് എന്തോ തുണി ഏതാണ്ട് തന്നിട്ട് വേറെ തുണി മേടിക്കാനോ അങ്ങനെ എങ്ങാണ്ടാണ് സിസ്റ്റർ വന്നതെന്ന് കരുതി പപ്പ ഒരു തുണിയൊക്കെ ആയിട്ട് ഓടി അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് പപ്പ പറഞ്ഞു കേട്ടോ, അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് സിസ്റ്ററിൻ്റെ കയ്യിൽ കുഞ്ഞിരിക്കുന്നു. അപ്പോൾ അയ്യോ അത് കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞു. പിന്നെ മമ്മിയൊക്കെ വിളിച്ച് കുഞ്ഞിനെ കൊടുത്തു. അങ്ങനെ ഇങ്ങനെ പപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരും അങ്ങ് പെട്ടെന്ന് നടന്നതുകൊണ്ട് അവരും അത്രയും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കയ്യിലോട്ട് കിട്ടുമെന്ന് അവരും പ്രതീക്ഷിച്ചില്ല. പിന്നെ എന്നെ അവിടെ നിന്ന് പിന്നെ ICUലോട്ടൊക്കെ മാറ്റി. അവിടെ ICUയിൽ ഞാൻ 2 ദിവസം കിടന്നു. എപ്പോഴൊക്കെ എനിക്ക് ബോധം വരും, പിന്നെ എപ്പോഴൊക്കെ എൻ്റെ ബോധം പോവും. പക്ഷെ ഞാൻ എന്തൊക്കെയോ ഒക്കെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ഇങ്ങനെ സംസാരത്തിന് എനിക്കൊരു കുറവില്ലാത്തതുകൊണ്ട് എനിക്ക് ബോധം വരുമ്പോൾ സിസ്റ്റർമാർ എൻ്റെ അടുത്ത് വരും. എന്തൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളോട്, പാലായിലെ കാര്യമൊക്കെ പറഞ്ഞു. എനിക്ക് പാലായുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. സിസ്റ്ററിനോട് എന്തൊക്കെയോ ഒക്കെ അവിടെ ഉള്ള സിസ്റ്റർമാരോടൊക്കെ ഞാൻ എന്തൊക്കെയോ എൻ്റെ അടുത്ത് വരുമ്പോൾ പറയുമെന്ന് അവർ പറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുവരും. നമ്മൾ പാല് കൊടുക്കണമല്ലോ, അതിന് കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരും. അപ്പോൾ എനിക്കൊരു സംശയമായിരുന്നു, എൻ്റെ കുഞ്ഞ് തന്നെയാണോ ഇത് തന്നെയാണോ എൻ്റെ കുഞ്ഞ് മാറി വല്ലതും പോയിട്ടുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരേ ഷേപ്പല്ലേ, എനിക്ക് വ്യത്യാസമൊന്നും തോന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ സിസ്റ്റർമാരിങ്ങനെ നമ്മുടെ കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ ഈ ടർക്കി ഉണ്ടല്ലോ അവരെ കൊണ്ടുപോകുന്നത്, അത് നോക്കിയായിരുന്നു കുഞ്ഞിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കാരണം എനിക്ക് എല്ലാവരുടെയും ഷേപ്പ് ഒരുപോലെയാണ് തോന്നിയിട്ടുള്ളത്. ഉണ്ടാകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരേ ഷേപ്പിലിരിക്കുന്നതല്ലേ തോന്നിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ അവിടെ ഞങ്ങളൊരു 5 ദിവസം കിടന്നു കേട്ടോ. 5 ദിവസം കിടന്ന സമയത്ത് പിന്നെ ഇവന് കുഞ്ഞിന് ചെറിയ മഞ്ഞയുടെ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ പാല് കുടിക്കത്തില്ലായിരുന്നു. പിന്നെ അതായിരുന്നു പ്രശ്നം. പ്രസവം കഴിഞ്ഞ് വാട്ടി വന്നു, റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. എൻ്റെ അവൻ കരച്ചിൽ. അവൻ എത്ര ഞാൻ പാല് കൊടുക്കാൻ നോക്കിയിട്ട് അവൻ പാല് കുടിക്കുന്നില്ല. പിന്നെ ആകെ പ്രശ്നമായി. പിന്നെ എനിക്ക് പാലില്ലെന്ന് കുറേ കൂട്ടർ സിസ്റ്റർമാർ വന്നിട്ട് പാലില്ല കുറേ പേര് പറയുന്നത് എനിക്ക് പാലുണ്ട്, കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ അമ്മയുടെ പാല് കുഞ്ഞിന് വേണ്ട, കുഞ്ഞിന് ഇഷ്ടമല്ല, ആ ഒരു രീതിയിലൊക്കെ നമ്മളങ്ങ് ചിന്തിക്കും കേട്ടോ. അയ്യോ എൻ്റെ പാൽ എൻ്റെ കുഞ്ഞ് എന്താ കുടിക്കാത്ത, അങ്ങനെ കോർത്ത് വിഷമമൊക്കെ വരും. ഇതെല്ലാവരും ഇരുന്നങ്ങ് ആഘോഷിക്കാമല്ലോ. എല്ലാവർക്കും അങ്ങ് ടെൻഷനാണ്. കുഞ്ഞ് കരച്ചിൽ, എൻ്റെ പാല് കുഞ്ഞിന് വേണ്ട. അതാണ് മെയിൻ ടോപ്പിക്ക്. 2-3 ദിവസം ഇതായിരുന്നു. എന്നാൽ കുഞ്ഞിന് മഞ്ഞയുണ്ടെന്നുള്ള കാര്യം അന്നേരം ഒന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഒരു 3 ദിവസത്തോളം ഞങ്ങൾ ഇത് പറഞ്ഞിരുന്നു. പിന്നെന്തോ കുഞ്ഞ് പാല് കുടിക്കാഞ്ഞിട്ട് അവന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നിപ്പിളൊക്കെ മേടിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ലാസ്റ്റ് ചെക്കപ്പിന് വേണ്ടിയിട്ട് വാർഡിൽ പീഡിയാട്രീഷ്യൻ വന്ന് കൊച്ചിനെ കണ്ടിട്ട് പറഞ്ഞു അവന് മഞ്ഞയുണ്ട്, അത് അവൻ പാല് കുടിക്കാത്ത എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. പിന്നെ അവനെ അവിടെ നേഴ്സറിയിലൊക്കെ കൊണ്ടുപോയി 2-3 മണിക്കൂറൊക്കെ അവിടെയൊക്കെ കിടത്തി കഴിഞ്ഞിട്ടാണ് അവന് നോർമലായത്. പിന്നെ അവന് ഓക്കെ ആയി. ഒരു 1-2 ദിവസം അവനെന്ത് നേഴ്സറിയിലൊക്കെ കിടന്ന് കഴിഞ്ഞത്തേക്ക് അവന് ഓക്കെ ആയി, പാല് കുടിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങളെല്ലാം ഹാപ്പിയായി. അങ്ങനെ 5 ദിവസത്തെ ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞ് ഞാനും കുഞ്ഞുമൊക്കെ സുഖമായിട്ട് വീട്ടിലോട്ട് വന്നു. ഇതിനിടയ്ക്ക് എനിക്ക് കാൽസ്യത്തിൻ്റെ കുറവ് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അപ്പോൾ ഉണ്ടായി. എനിക്ക് തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബെഡിൽ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങുന്ന പോലത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് എന്താണ് ദൈവം സഹായിച്ച് യാതൊരു കുഴപ്പമില്ലാതെ ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വന്നു.
പിന്നെ അങ്ങനെ ആ സംഭവബഹുലമായിട്ടുള്ള പ്രസവം അങ്ങനെ നടന്നു. അങ്ങനെ വിഹാൻ പൂജാതനായി. അയ്യോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അതിപ്പോഴും ഓർക്കുമ്പോൾ തന്നെ അത്രയ്ക്ക് എനിക്ക് സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഞാൻ മറക്കാത്ത കാര്യമാണ് 5-ാം മാസത്തിലെ ആ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ. അയ്യോ എനിക്ക് നല്ല ഒരമ്മമാർക്കും, എനിക്കെന്ന് ഞാൻ പറയുന്നത് ഭയങ്കര മോശമായിരിക്കും അല്ലേ, എനിക്ക് നല്ല ഒരമ്മമാർക്കും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന, അത് എത്ര പ്രസവിച്ചാലും, ഇപ്പം ആദ്യത്തെ കുഞ്ഞെന്നല്ല, ഇനി 12 മക്കളെ പെറ്റാലും ആ അമ്മയ്ക്ക് അത് ഓരോ അനുഭവങ്ങളും അവർക്ക് സ്പെഷ്യൽ തന്നെയായിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രഗ്നൻസി ഡെലിവറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങളായിരിക്കത്തില്ല നിങ്ങളുടെ അനുഭവങ്ങൾ, പക്ഷേ നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, BEd പഠിക്കുന്ന സമയത്ത്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള 1-2 പേരൊക്കെ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ കുറേ പേരുണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വയ്യാഴികൾ പറയുമ്പോൾ, ടീച്ചറെ ഒട്ടും വയ്യ മിസ്സേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം എൻ്റെ ഒരു മിസ്സ് എപ്പോഴും പറയുമായിരുന്നു, ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അതൊരവസ്ഥയാണെന്ന് പറയായിരുന്നു. അപ്പോൾ അതെനിക്കും പറയാനുള്ളൂ, ഇതൊരു അവസ്ഥയാണല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഈ അവസ്ഥയെന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. രോഗമാണെങ്കിൽ നമുക്ക് പറയാം ഇന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ സിംറ്റംസ്. ഇപ്പോൾ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ പറയുന്നത് പോലെയോ ഒരിക്കലും ഒരു അമ്മയുടെ അല്ലെ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങളായിരിക്കത്തില്ല നിങ്ങളുടെ അനുഭവങ്ങൾ. നമ്മുടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോയതും അല്ലെ ഇപ്പോൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും പല അവസ്ഥകളിലൂടെ ആയിരിക്കും. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു അവസ്ഥകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കമൻറ്റിലൂടെ ഞാനുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഇനി ഇത്രയും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാം. ഇങ്ങനെ ചില കുറേ സ്റ്റോറീസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ബോറടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളോടൊക്കെ ഇരുന്ന് സംസാരിക്കാനായിട്ട് ഒരു സെഗ്മെൻ്റ് ആയിട്ടൊക്കെ തുടങ്ങിയാലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണും. അതുവരേക്കും ബൈ.